മൂത്ത നട്ടിക്കാണ്ട് കൊടുക്കുന്ന ബെഡായിരുന്നു, അതിൻ്റെ മണന് പോകില്ല. ആ ഡയലോഗിൽ നിന്നാണ് സിനിമ ഉണ്ടായത്. ഇത് ഞാൻ കാണാണ്ടായ കാരണം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ താത്തമാരിങ്ങനെ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഇത് ഫെമിനിസ്റ്റുകൾ ഡാൻസ് കളിക്കുന്നതാണ്. ക്യാരക്ടർ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഈ ചോദിച്ച പോലെ എന്തായിരുന്നു ചോദിച്ചത് ഒന്നും കൂടെ ചോദിക്കാം. ഞങ്ങൾക്ക് ആകെ പോയിരിക്കുകയാണ്. ഒരു ചെരുപ്പ് ഇതുപോലെ ഷംലക്ക് ആരൊരു ചെരുപ്പ് ഇല്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ താത്താൻ്റെ ചെരുപ്പ് ആ ചെരുപ്പ് എടുത്ത് വാങ്ങിയിട്ടിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ചെരുപ്പാണ്. അപ്പോൾ ഈ ചെരുപ്പ് ഇട്ടിട്ട് ആ താത്ത ബാങ്കിൽ പോയിക്കേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അപ്പോൾ താത്ത ചെരുപ്പ് എന്താ ഒരു പൊയ്ക്കാണ്. അയ്യോ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ഈ താത്താനെ അവിടുന്ന് ബാങ്കിൽ നിന്ന് വരുത്തിപ്പിച്ച് ചെരുപ്പ് വന്നിട്ട് ആ താത്ത പോയി. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഷൂട്ട് എടുക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ താത്ത ചെരുപ്പ് മുമ്പാരത്ത്. വീട്ടുകാർ മാത്രമല്ല അത് നാട്ടുകാർ അഭിനയിച്ചിട്ടുണ്ട്, വഴി പോകുന്ന ആൾക്കാരൊക്കെ കൊണ്ട് വന്നിട്ട് അഭിനയിച്ചിട്ട് പോകുന്നിട്ട് അങ്ങനെയൊക്കെ. ആദ്യത്തെ സിനിമയായിരുന്നു ഫെമിനിസ്റ്റ് ഫാത്തിമ. എൻ്റെ നാട്ടിൽ നിന്ന് ചെയ്ത സിനിമയാണ്. എൻ്റെ നാട്ടിലും നാട്ടുകാരും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ഷംലയും കുമാറും മാത്രമാണ് ഒന്ന് മുന്നേ അഭിനയിച്ച ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും. ബാക്കിയുള്ള എല്ലാവരും എൻ്റെ നാട്ടിൽ നിന്ന് കണ്ടെടുത്ത എൻ്റെ അയൽവാസികൾ, പിന്നെ എൻ്റെ ടീച്ചർ, അങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് പീരീഡൊക്കെ നടന്നത്. ഒരു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തോട്ട്. കുറച്ച് കാലങ്ങളായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രമങ്ങളൊന്നും ഫലം കാണാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാമെന്നുള്ള തോട്ടിൽ നിന്നാണ് ഫസ്റ്റ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ എൻ്റെ വീട്ടിലുള്ള ഒരു ഇൻസിഡൻ്റാണ് എന്നാണ് കഥ ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ ഈ ബെഡിൽ പറഞ്ഞ പോലെ ഞാനൊരു ദിവസം പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ എൻ്റെ പെങ്ങളെ കുട്ടി ബെഡിൽ മൂത്രം ഒഴിക്കണതും. അപ്പോൾ അന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം എണീക്കുന്നത് ഈ പെങ്ങള് കുട്ടീനെ ചീത്ത പറയുക. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ രണ്ട് ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. അത് ഇതിൽ ഈ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മൂത്ത നട്ടിക്കാണ്ട് കൊടുക്കുന്ന ബെഡായിരുന്നു, അതിൻ്റെ മണന് പോകില്ല. ആ ഡയലോഗിൽ നിന്നാണ് സിനിമ ഉണ്ടായത്. അവിടെ നിന്ന് തുടങ്ങി. പിന്നെ താമർ, സുരേഷ് കറിയ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സായിട്ടുണ്ടാകുന്നത്. ഞാൻ അങ്ങനെ ഒരു പരിപാടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് അങ്ങനെ മൊത്തത്തിൽ ഞാൻ മാത്രമല്ല ഇതിൽ എൻ്റെ ക്യാമറമാൻ പുതിയ ആളാണ്, മ്യൂസിക് ഡയറക്ടർ, സൗണ്ട് ഡിസൈനർ, അങ്ങനെ മൊത്തത്തിൽ ഇതൊരു പുതിയ ആളുകളുടെ സിനിമയാണ്, വളരെ ചെറിയ സിനിമയാണ്. അങ്ങനെ സന്തോഷം. ഇനി തിയേറ്ററിലോട്ട് 10-ാം തീയതി വരികയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. എനിക്കൊന്നും ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരക്ക് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫാസിൽ. ചോദിക്കാം നിങ്ങൾക്ക്. Congratulations. Cinema is not about stars. Cinema is about stories എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സ്റ്റാറുകളല്ല, കഥകൾക്കാണ് സിനിമകൾക്ക് പ്രാധാന്യമുള്ളത്. ഓരോ സിനിമ കാണുമ്പോൾ ചിരിക്കാനായാലും കുറച്ച് ദേഷ്യപ്പെടാനാണെങ്കിലും നമുക്ക് ഒരു ഓഡിയൻ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്ന പറഞ്ഞ ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ അത് തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പം ചോദ്യം ഇതാണ്, ഫെമിനിസം എന്നൊരു വാക്ക് ഇപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ അവർ വോയിസ് ചെയ്യുമ്പോൾ ഉടനെ അവൾ ഫെമിനിസ്റ്റ് ആണെന്നുള്ള ഒരു വാക്കുകൊണ്ട് തന്നെ അമർത്തുന്ന ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ വരാനുള്ള കാരണം എന്താണ്? ഇത് ഞാൻ കാണാണ്ടായ കാരണം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ താത്തമാരിങ്ങനെ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഇത് ഫെമിനിസ്റ്റുകൾ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇവരെന്താണ് ഇപ്പോൾ അവരെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഡാൻസ് കളിക്കുന്നത്, അപ്പോൾ എന്താണ് ഇവരിങ്ങനെ പറയണേന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എനിക്കത് തോട്ട് തുടങ്ങിയത്. അവിടെ നിന്നാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നുള്ള പേര്. അതായത് ഇപ്പോൾ നേരത്തെ മുന്നേ പറഞ്ഞ മാതിരി നമ്മൾ എന്തിനാണ് ഒരാളെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഒരാൾ സമൂഹത്തിൽ അവർ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കളിയാക്കി പറയുന്ന വേർഡാണല്ലോ ഫെമിനിസ്റ്റ് എന്നുള്ളത്. പക്ഷെ ഞാനതിനെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കണ്ടത്. ഇപ്പോൾ അവർ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ പോലും അവരതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ താത്തുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഫിലിമിൻ്റെ പേരുണ്ടായത്. അങ്ങനെ തികച്ചും നമ്മൾ പറയില്ല യാദൃശികമായിട്ടായിരുന്നു എന്നൊക്കെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വേഷമാണ് അത്. താമറായിരുന്നു ആദ്യം തന്നെ എന്നെ കോൾ ചെയ്തത്. കോളല്ല, ഒരു മെസ്സഞ്ചറിൽ വന്നൊരു നമ്പർ ചോദിച്ചത്. നമ്പർ ഞാൻ കൊടുത്തു, എന്തിനാണെന്ന് അറിയില്ല. പിന്നെ ഫാസിൽ വിളിച്ചു. ഫാസിലിൻ്റെ ശ്രീധന്യ കാറ്ററിംഗ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ മുഴുവൻ വായിച്ച സമയത്ത് എനിക്ക് ഒട്ടും അപരിചിതമല്ലാത്തൊരു വേഷമായിരുന്നു. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്,
നാടകക്കാരനായിരുന്നു, 15 വർഷമായിട്ട് നാടകങ്ങൾ കളിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെയൊക്കെ മോഹങ്ങളും ഒക്കെ എല്ലാം കണ്ടതാണ്. സ്വന്തം നാട്ടിൽ, ഞാൻ മലപ്പുറത്തുകാരനാണ്, ഇവരെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. പക്ഷെ അവരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഇവരുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ സ്ക്രിപ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് ക്യാരക്ടർ. ആ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഓരോ സീൻ ബൈ സീൻ ചെയ്യുന്ന സമയത്തും ഡയറക്റ്റ് ഡിസ്കസ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഏത് ലെയറിൽ പിടിക്കണം, എന്തായാലും ഇവിടുത്തെ ഉദ്ദേശം, എന്ത് പറഞ്ഞാൽ അങ്ങനെ ആവില്ല, എന്ത് പറഞ്ഞാൽ അങ്ങനെയാവും, അതിനിടയിലുള്ളൊരു പോക്കുണ്ടല്ലോ. കൃത്യമായിട്ട് ഡയറക്ടർ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് നല്ലൊരു ഡയറക്ടർ എനിക്ക് കിട്ടിയ, അദ്ദേഹത്തിന് മുന്നിൽ അഭിനയിക്കാൻ പറ്റും. മലയാള സിനിമയിൽ 10-25 സിനിമകൾ അഭിനയിച്ചതിലും ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുമ്പോൾ ഞാനിപ്പം അറിയപ്പെടുന്നൊരു നടനായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നാടകക്കാരൻ ഇത്ര കാലം കളിച്ചിട്ട് നാടകക്കാരനായിട്ട് ഒരു അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ലെങ്കിലും മറ്റു സിനിമയിലൂടെ മലയാളത്തിലെ പല നടന്മാരും, സത്യനന്ദിക്കട സാർ വരെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന, അങ്ങനെ ഒരുപാട് ആളുകളെ വിളിക്കാനുള്ള നമുക്കൊരു, നമ്മളെ വിളിച്ചാൽ കോൾ എടുക്കുന്ന തരത്തിലുള്ളൊരു ബന്ധം കിട്ടിയപ്പം ഈ സിനിമ അത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. എന്തായാലും സിനിമ 10-ാം തീയതി വരുന്ന സമയത്ത് അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യും. മലയാള സിനിമയിൽ ഒരു ഹിറ്റ് സിനിമയെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദ്യത്തിനാണോ മറുപടി പറഞ്ഞതെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞങ്ങോട്ട് പോയത്. ഓക്കെ, വളരെ രസകരമായ ഒരു കഥാപാത്രമാണ് താങ്കൾ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള അമ്മമാരായാലും എത്രത്തോളം സ്ട്രഗ്ലിംഗ് ഉണ്ട്, എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ പല പോയിന്റുകളിൽ വീട്ടിൽ സ്വിച്ച് ഇടുന്ന സീനുകളായാലും മക്കളെ നോക്കുന്ന സീനുകൾ, വീട്ടിൽ ജോലികൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫെമിനിച്ച് ഫാത്തിമ അല്ലല്ലേ ഫാത്തിമ എന്ന കഥാപാത്രം എത്രത്തോളം പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇങ്ങനെ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് എടുത്തു തരും, ഇതൊന്ന് എടുത്തു തരും എന്നൊക്കെ. ആ ലെവലിലേക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. അല്ലാതെ ഞാൻ ഫാത്തിമയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ കണ്ടിട്ടുണ്ട്, ഇതുപോലെ പെരുമാറുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ക്യാരക്ടർ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഈ ചോദിച്ച പോലെ എന്തായിരുന്നു ചോദിച്ചത്, ഒന്നും കൂടെ ചോദിക്കാം. ഞങ്ങൾക്ക് ആകെ പോയിരിക്കുകയാണ്. അതായത് ഇപ്പം നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് അതിനകത്ത് പല സീനുകൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല സീനുകളാണ് നമുക്ക് ചെയ്യും. അപ്പം പല സീനുകൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ പോകുന്ന സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ കഥാപാത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുള്ള ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്? അത് നല്ല അടിപൊളിയായിരുന്നു. എനിക്കതിനെ പറ്റി കൂടുതൽ അങ്ങോട്ട് പറയാനൊന്നും കിട്ടുന്നില്ല. നല്ലായിരുന്നു. ഷംല നമ്മൾ ഓൾറെഡി ഈ കാസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഷംല താമര പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത 1000 നുണകളിൽ അഭിനയിച്ച ഷംല, ഞാനതിൻ്റെ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പടം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ തന്നെ പൊന്നാനിൽ ഷൂട്ട് ചെയ്യണത്, അപ്പോൾ നമ്മളെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വേണം എന്നൊക്കെ നമുക്കൊരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വന്നത് ഷംല തന്നെയാണ്. കാരണം ഷംല തൃത്താലയാണ് വീട്, അപ്പോൾ നമ്മളെ കൾച്ചറായിട്ട് എടുത്ത് അറിയാം. അപ്പോൾ പിന്നെ ഇവരെ സംസാരശൈലിയൊക്കെ നമുക്ക് അറിയാം, മലബാർ ഏരിയ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഷംല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ നമ്മൾ ഫാത്തിമനെ പറഞ്ഞ ആ കഥയും ഇവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ഷംലക്ക്. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് ഷംലനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോന്ന് ആ ഒരു കൾച്ചറിൽ നിന്ന്. വളരെ ശരിക്കും പറയുന്നത് നാരോ പോയിന്റിലൂടെ പോകുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കാരണം വേണമെന്ന് വെച്ചാൽ കോൺട്രവേഴ്സി ആവാൻ പറ്റുന്ന പല എലമെന്റ്സുകളും ഉണ്ട്. പക്ഷെ ഒരു നാരോ പോയിന്റിലൂടെ എസ്കേപ്പ് ആവുന്ന ഒരു ഇതുണ്ട്. ഇത് എഴുതിയ സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചറിയത് എങ്ങനെ കോൺട്രവേഴ്സി ആവോ, ചർച്ചയാവോ എന്ന് എപ്പോഴെങ്കിലും തോട്ട് പോയായിരുന്നു? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഫീൽ ചെയ്തില്ല. എനിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് പൊന്നാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ പൊന്നാനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫാത്തിമമാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അവിടെ ആ ലൊക്കാലിറ്റിയിൽ മൊത്തം ഇത് ഫാത്തിമാനെ പോലുള്ള ആൾക്കാരാണ്. ഇവരാണ് ഈ സിനിമയുമായി അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞവർ നമ്മൾ ഈ സിനിമയിൽ വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ താത്തമാരാണ് ഒരു ഭൂരിഭാഗം നമ്മൾ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും ഒക്കെ വർക്ക് ചെയ്ത്. അപ്പോൾ ഇവരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഒരു സീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇവരെ മുഖത്തൊക്കെ നോക്കാം, ഇവരെ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവരതിനെ ഇപ്പോൾ ഞാനൊരു ഉസ്താദിൻ്റെ സീൻ കാണിക്കുമ്പോൾ ഇവരതിനെ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വർക്കാവുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞ പോലത്തുള്ള ചർച്ചകളിലോട്ടൊന്നും പോകില്ലല്ലോ എന്നുള്ള ഫസ്റ്റ് ചിന്ത എനിക്ക് അവിടുത്തെ താത്തമാരുടെ റിയാക്ഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറയാൻ മറന്നു. ഞാനൊരു കഥ പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പടം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പടത്തിൻ്റെ ട്രെയിലർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ആയെന്ന് വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇല്ല ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് പടം ഒന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പടത്തിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത്. അപ്പോൾ പുള്ളി 2 ദിവസത്തിനുള്ളിൽ കണ്ടിട്ട് പറഞ്ഞ് നമുക്ക് ചെയ്യാട്ടാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു.
പിന്നെ അവിടെ നിന്നുണ്ട് അവരെൻ്റെ ഏറ്റെടുത്ത് അവരെ സപ്പോർട്ടായി മൊത്തത്തിൽ. ഞാൻ എന്താ പറയുക, പടം IFFK ജാനുവരിയിൽ ഡിസംബറിൽ കഴിഞ്ഞാണ്. അപ്പോൾ ഇത്രയും ഒരു ടൈമായി. നമുക്കിതൊരു പുറത്തിറക്കണം എന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എങ്ങനെ സംഭവിച്ചില്ല. പക്ഷെ അതൊക്കെ ഇപ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി എന്നുള്ളതാണ് ഈ സിനിമ കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു ഇത്. കിട്ടി ഇപ്പോഴാണ് കിട്ടി, വെഫെയർ എടുത്തപ്പോഴാണ് അതിന് എല്ലാ ഇതും കിട്ടി എന്നുള്ളതാണ് എൻ്റെ അങ്ങനെ വിശ്വസിക്കുന്നത്. ബ്രോ, പലപ്പോഴും പറഞ്ഞ പല അവാർഡ് സിനിമകളും തിയേറ്ററിലേക്ക് എത്താറില്ല. അത് അവിടെ പെട്ടിയിൽ അങ്ങ് ഒതുങ്ങി പോവുകയാണ്. അല്ലെങ്കിൽ അവിടെ അടുത്ത ചർച്ചകൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കാറില്ല. പിന്നീട് അതിനെക്കുറിച്ച് ചർച്ചകളോ അല്ലെങ്കിൽ പിന്നീട് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വളരെ വിരളമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. പല സിനിമകളും നമ്മൾ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അവാർഡ് വരുന്ന സിനിമകളും പുറത്ത് വരണം, പ്രദർശിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇനി അടുത്ത കൊമേഴ്ഷ്യൽ ലെവലിലോട്ട് ചിത്രങ്ങളാക്കി ഞാൻ ഒരിക്കലും ചില അവാർഡ് സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടില്ല. നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം, അതുപോലെ തന്നെ അതിലൊരു കഥ പറയണം, ആ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഇന്നത് ഞാൻ അവാർഡ് പടം, ഇന്നത് കൊമേഴ്ഷ്യൽ പടം എന്നുള്ള അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. നല്ല പടം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് താമസം. എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല എല്ലാവരോടും ഇവിടെ നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഈ സിനിമ ഫാസിൽ നമ്മുടെ ആദ്യ സിനിമ മുതൽ കൂടെ ഉണ്ടായിരുന്നു 1001. അപ്പോൾ അതിലുണ്ടായിരുന്ന സുധീഷ് കരയും ഞാനും കൂടി ഇവൻ കഥ പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആ ഗ്രാമത്തിലുള്ള അവരുടെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ്. അഭിനയിക്കുന്നവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്യാമറ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ സൗണ്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അന്ന് ആർട്ട് ചെയ്യുക, പിന്നെ കോസ്റ്റ്യൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു എല്ലാവരുടെയും ഒരു എഫേർട്ടിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഔട്ട്കം കൂടെയാണ് ഈ കാണുന്നത്. ഈ സിനിമ ഇതല്ലാതെ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽ, ഇപ്പോൾ ഫിപ്രസിയിൽ ഇന്ത്യയിലെ മികച്ച 2ാമത്തെ ചിത്രമായിരുന്നു. IFFKയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രമാണ്. അതല്ലാതെ ഇത് ജർമ്മനിയിൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്, പിന്നെ കസാഖിസ്ഥാനിൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. ഇനി ഒരുപാട് ഫെസ്റ്റിവൽ റണ്ണുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സാധാരണ ഇത്തരം സിനിമകൾ ഫെസ്റ്റിവലിനൊക്കെ പോകുന്നത് പിന്നെ ആ വഴി അങ്ങ് പോവുക ചെയ്യാറ്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ കാണാറുമില്ല, തിയേറ്ററിൽ വരാറുമില്ല. പക്ഷേ ഈ സിനിമ അങ്ങനെ ഒതുങ്ങി പോകരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തത്. എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ടീമും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ചർച്ച ചെയ്ത് സംസാരം. അപ്പോൾ ഇതൊരു അവാർഡ് പടമല്ലേ, അത്തരത്തിലൊരു മുൻവിധിയോടുകൂടിയാണ് അവരൊക്കെ നോക്കിക്കണ്ടത്. പക്ഷേ DQവിൻ്റെ വേഫർ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളതും ലോക കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിനിമ ചെയ്യണമെന്നോ അതിനുവേണ്ട എല്ലാവിധ ഗ്രൗണ്ടും സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നത് അവരാണ്. അപ്പോൾ ഇന്നിവിടെ വന്നുകൂടി എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് കണ്ടപ്പോൾ നമ്മുടെ ആ എഫേർട്ടും ഇതെല്ലാം കറക്റ്റ് ആവുന്നുണ്ട്, അത് റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ 10-ാം തീയതി മുതൽ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സിനിമ എന്തായാലും ഗംഭീരമാവട്ടെ. സിനിമകളൊന്നും ഇല്ല, എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെ ഷംലയും കുമാർജി മാത്രമാണ് മുന്നേ അഭിനയിച്ച്, ബാക്കിയുള്ള രാജേച്ചി, ബാക്കിയുള്ള എല്ലാവരും എൻ്റെ ചുറ്റുപാട്ടിലുള്ള സ്ഥിരം കാണുന്ന ആളുകളാണ്. ഇവിടെ നിന്ന് മുന്നേ അഭിനയിച്ച സിനിമ പോലും സ്വപ്നം കാണാത്ത ആൾക്കാരാണ് ഇവരെല്ലാവരും മുന്നേ അഭിനയിച്ചത്. അപ്പോൾ ഇവരെന്താണ് ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാനൊരു വെബ് സീരീസ് ഇങ്ങനെ കുറച്ച് നേരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ ഇവരിങ്ങനെ ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരങ്ങനെ കാസ്റ്റ് ചെയ്യണ്. പിന്നെ എനിക്ക് ഓൾറെഡി ഇവരെ അറിയണ കാരണം എനിക്ക് പേഴ്സണലി ഇന്ന ക്യാരക്ടർ ഇവർക്ക് കൊടുത്താൽ നന്നാവും എന്നുള്ള രീതിയിൽ ഞാൻ അവരെ വിളിക്കണത്. പിന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ നിന്നിട്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. നമ്മൾ മുന്നേ റിഹേഴ്സലൊന്നും എടുത്തിട്ടില്ല. നമ്മൾ സെറ്റിൽ വന്ന് നമ്മൾ സ്ക്രിപ്റ്റ് പറഞ്ഞ് അവിടെ നിന്നിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്യില്ലായിരുന്നു പരിപാടി. പിന്നെ ഏറ്റവും ഞാൻ കാലത്ത് പറഞ്ഞാൽ നിങ്ങൾ അഭിനയിക്കേണ്ട, നിങ്ങളായിട്ട് സംസാരിക്കുക, അത് നോർമലായിട്ട് പിടിക്കുക. അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അഭിനയത്തിലായിരുന്നു, സ്ക്രിപ്റ്റിങ്ങിലും ആയിരുന്നു. അതിൻ്റെ ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ, ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ നമ്മൾ പ്രിൻസിൻ്റെ അടുത്ത് പറയും നമ്മളങ്ങനെ വലിയ പരിപാടി നമുക്കങ്ങനെ സ്റ്റഡിയാക്കി വെച്ചാൽ മതി, ബാക്കി കാര്യമൊക്കെ ആർട്ടിസ്റ്റ് ചെയ്തു തരുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ പ്ലേയിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത് അഭിനയിപ്പിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അത് അഭിനയിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും നന്നായി ചെയ്ത് എന്നുള്ളപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത്. കാരണം സിനിമ അപ്പോൾ ആരോട് ചോദിച്ചാലും പറയാം എനിക്ക് സിനിമയിലെന്ന് തല കാണിക്കണോ, അല്ലെങ്കിൽ ഒരു 2 ഡയലോഗ് തരുമോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേർക്ക് ഒരു സ്ക്രീനിങ് സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് സിനിമകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ഇതിൻ്റെ അംഗനവാടി പഠിച്ച ടീച്ചറാണ് ഞാൻ. 37 അന്ന് കണ്ണിൻ്റെ ഷോ ഇപ്പം അടുത്ത ഇങ്ങനെ കാണും. പക്ഷെ ഞാൻ ഇപ്പം അടുത്ത 37 വിളിച്ചിട്ട് നിങ്ങൾ വരുന്നില്ല, നമുക്ക് തോന്നി ഒരാളിങ്ങനെ മിസ്സിങ് ഉണ്ട്. ഞാൻ ആരെ വിളിക്കുന്ന ആലോചിച്ചപ്പോൾ നമ്മളെ ടീച്ചർ 37 വിളിക്കുക. 37 അഭിനയിക്കൊന്നുമില്ല, എനിക്ക് അഭിനയിക്കൊന്നും അറിയില്ല 37. അപ്പോൾ ഞാനെനിക്ക് തോന്നി 37 കൊണ്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ 37 വിളിച്ചിരുന്നു, ഒന്ന് നോക്കി വേണ്ടിട്ട് അഭിനയിച്ച്.
ഇത് റിൻഷ എൻ്റെ പെങ്ങളാണ്, മുപ്പത്തേര് എന്താണെന്ന് അറിയില്ല, അഭിനയിപ്പിച്ച്. അങ്ങനെ കുറേ പേര് ഷുക്കൂർ, മുസ്തഫ, ആഗ്നേയ്, അസനേറ്റർ എന്ന് അങ്ങനെ. പിന്നെ വിജി ചേച്ചി എൻ്റെ അയൽവാസിയാണ്. മുപ്പത്തേരും അതുപോലെ എൻ്റെ ട്യൂഷൻ വീട്ടിൽ സുപ്ര എന്ന് പറഞ്ഞ കേട്ടിൻ്റെ അമ്മയാണ്. അപ്പോൾ മുപ്പത്തേര് മകനെ കൊണ്ടാക്കാൻ വരും. അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ച് അഭിനയിപ്പിച്ചതാണ്, അന്ന് അഭിനയിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ സ്ഥിരമായി. പിന്നെ പുഷ്പ ടീച്ചർ, രാജ് ചേച്ചി പിന്നെ അറിയണ്ടാവും നിങ്ങൾ, ഇവിടെ യൂട്യൂബിലൊക്കെ സ്റ്റാറാണ്. അങ്ങനെ ആളുകളെ കൂടെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാർ മാത്രമല്ല, അത് നാട്ടുകാർ അഭിനയിച്ചിട്ടുണ്ട്. വഴി പോകുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അഭിനയിച്ചിട്ട് പോകുന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പൊന്നാനി നമ്മൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു മുസ്ലിം കൂടുതൽ ആളുകളുള്ള സ്ഥലമായിരുന്നു, മുസ്ലിം മാത്രമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുക, അവിടുത്തെ ആളുകളുടെ ഒരു സപ്പോർട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ 5 പേരായിരുന്നു ക്രൂ ഉണ്ടായിരുന്നത്. ഞാൻ ക്യാമറമാൻ, ഡയറക്ടർ, പിന്നെ 2 അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു ക്യാമറ അസിസ്റ്റന്റ്. അപ്പോൾ ഈ 5 പേര് വെച്ചിട്ടാണ് ഈ സിനിമയുടെ എല്ലാ പരിപാടിയും ചെയ്യുന്നത്, ആർട്ട്, കോസ്റ്റ്യൂം ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നില്ല, അപ്പോൾ നമ്മൾ ഒരു ചെരുപ്പ് ഇതുപോലെ ഷമിലേക്ക് ആരൊരു ചെരുപ്പ് ഇല്ല, അപ്പോൾ ഞാൻ അപ്പുറത്തെ താത്താൻ്റെ ചെരുപ്പ്, ആ ചെരുപ്പ് എടുത്ത് വാങ്ങിയിട്ടിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ചെരുപ്പാണ്. അപ്പോൾ ഈ ചെരുപ്പ് ഇട്ടിട്ട് ആ താത്ത ബാങ്കിൽ പോയിക്കേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അപ്പോൾ താത്ത ചെരുപ്പ് എന്താ ഒരു പൊയ്ക്കാണ്, അയ്യോ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ഈ താത്താനെ അവിടുന്ന് ബാങ്കിൽ നിന്ന് വരുത്തിപ്പിച്ച് ചെരുപ്പ് വന്നിട്ട് ആ താത്ത പോയി. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഷൂട്ടിടുമ്പോൾ തന്നെ രാവിലെ തന്നെ താത്ത ചെരുപ്പ് മുമ്പാരത്ത് എന്താ പറയുക നോട്ടേട്ടാ. എന്നിട്ട് അവസരം അങ്ങനെയൊക്കെ ആ ആളുകളുടെ ഒരു സപ്പോർട്ട്. പിന്നെ നമ്മൾ കോസ്റ്റ്യൂംസൊക്കെ അവരെന്നെ വാഷ് ചെയ്തിടുക. പിന്നെ അവരെല്ലാവരും കൂടുതലും മാക്സികളൊന്നും പാകാവില്ല, ഈ ചേച്ചി എടുക്കുന്നു. അപ്പോൾ അവരൊക്കെ അപ്പുറത്തെ വീട്ടിൽ താത്തമാർ ഡ്രസ്സ് കൊടുക്കുക, ഇത് കൊടുക്കുക, ഷാള്, അത് ഇതൊക്കെ മൊത്തത്തിൽ അവരുടെ ഒരു സപ്പോർട്ടും കൂടി എനിക്കുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെറിയൊരു സിനിമ കുഴപ്പമില്ലാത്ത ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു. എനിക്കിതിന് വിവാദമായിട്ടുള്ള, ഞാനിതിനെ കാണുന്നത്, ഇതൊരു ആളുകൾ ഇതിനെ കാണുന്നത് ഡെഫിനറ്റ്ലി ഇതൊരു കാണുമ്പോൾ നമുക്കിതൊരു കണ്ടാളിപ്പോൾ ഞാൻ നേരത്തെ താത്തമാരത്ത് പറഞ്ഞ പോലെ അവിടുത്തെ താത്തമാരുടെ മുഖത്തുണ്ടായ റിയാക്ഷൻ പോലെ ഇത് അവർക്കൊരു തിരിച്ചറിവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഞാനൊരു സീൻ കാണുമ്പോൾ അവരതിനെ അയ്യോ എനിക്കിതിങ്ങനെ പറ്റിയല്ലോ എന്നുള്ള തിരിച്ചറിവ് അത് അവരറിഞ്ഞിട്ട് അവർ ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമ എല്ലാവർക്കും ഇത് ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊക്കെ ഒരു തിരിച്ചറിവായി മാറട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വിവാദം എന്നതിനപ്പുറത്ത് ഒരു തിരിച്ചറിവായിട്ട് വരട്ടെ എന്നാണ്. അപ്പോൾ എന്തായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. വിജയമായി മാറട്ടെ. ഫാത്തിമയുടെ ഫെമിനിസം എല്ലാവർക്കും വരട്ടെ. ആ ഫെമിനിസം എല്ലാവർക്കും എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. യെസ്, താങ്ക് യു.